ബഹുമാനരായ സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മക്കയുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ജനവാസ കേന്ദ്രമാണ് തിഹാമ. തിഹാമയിലെ മലനിരകൾക്ക് ചുവട്ടിലായി താമസിക്കുന്ന പ്രധാനപ്പെട്ട ഗോത്രമാണ് ദൗസ് ഗോത്രം. ആ ദൗസ് ഗോത്രത്തിൻ്റെ തലവനായ തുഫൈൽ ബിൻ അംർ ദൗസി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏകദൈവത്വം മക്കയിൽ പഠിപ്പിച്ചു തുടങ്ങിയ ആദ്യ കാലഘട്ടത്തിൽ മക്കത്തേക്ക് കടന്നു വരുന്നൊരു പശ്ചാത്തലമുണ്ട്. അദ്ദേഹം അന്ന് ഇസ്ലാമിൽ വന്നിട്ടില്ല. ഇസ്ലാം എന്നൊരു മതത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടൊരു പ്രവാചകൻ മക്കത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന വാർത്ത പോലും അദ്ദേഹം കേട്ടറിഞ്ഞിട്ട് പോലുമില്ല. ഒരു തുടക്കകാലമാണ്. പക്ഷേ തിഹാമക്കാർക്ക് മക്കയുമായി വലിയ അനിഷേധ്യമായൊരു ബന്ധമുണ്ട്. കാരണം കച്ചവട സംബന്ധമായിട്ടുള്ള ഏർപ്പാടുകൾ തിഹാമക്കാർ ഏറ്റവും കൂടുതലായി മക്കാരുമായി ബന്ധപ്പെട്ട് നടത്തിയത് കൊണ്ട് തന്നെ ദൗസ് ഗോത്രക്കാർക്കും തിഹാമക്കാർക്കും പ്രധാനമായും മക്കയുമായി വലിയ ബന്ധമുള്ളത് കൊണ്ട് തന്നെ അടിക്കടി അത്തരം സന്ദർശനങ്ങൾ പതിവായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അത്തരമൊരു സന്ദർശനത്തിൻ്റെ ഭാഗമായി ദൗസ് ഗോത്രത്തിൻ്റെ പ്രമുഖനായ തലവനായ തുഫൈൽ ബിൻ അംർ റളിയല്ലാഹു തആല അൻഹു മക്കത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ പതിവ് പോലെ സ്വീകരിച്ച മക്കയിലെ പ്രതിനിധികൾ അദ്ദേഹത്തോട് വളരെ ഗൗരവവും ചില ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. പ്രധാനമായും അവർ ഭയന്നത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ ചട്ടം കിട്ടുന്നത്. ഒന്ന്, അദ്ദേഹം പ്രധാനപ്പെട്ട ദൗസ് ഗോത്രത്തിൻ്റെ നേതാവാണ്, സ്വീകാര്യനാണ്. അദ്ദേഹം നേതാവായത് കൊണ്ട് തന്നെ പൊതുവിൽ സ്വീകാര്യനാണ്. രണ്ടാമത്, അദ്ദേഹം വളരെ മികച്ച കവിയുമാണ്. കവികൾക്ക് വലിയ അംഗീകാരമുണ്ടായിരുന്ന ഒരു കാലഘട്ടം കൂടിയാണത്. ജാഹിലിയ കാലഘട്ടത്തിൽ കവിതകൾ പാടുന്നവരോട് അങ്ങേയറ്റത്തെ സ്നേഹവും ബഹുമാനവും പൊതുവിൽ സമൂഹം വെച്ച് പുലർത്താറുണ്ട്. ഒരേ സമയത്ത് കവിയുമാണ്, അതേ സമയത്ത് അദ്ദേഹം ദൗസ് ഗോത്രത്തിൻ്റെ നേതാവുമാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും അധികം സ്വാധീനം ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കുന്ന ഒരു വളരെ ചുരുക്കം വ്യക്തികൾ ഒരാൾ കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങൾ സ്വീകരിക്കുകയും ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്യുന്ന പക്ഷം ഒരു ഗോത്രം മുഴുവൻ ഇസ്ലാമിലേക്ക് വരികയും അത് അവരെ ശക്തിപ്പെടുത്തുകയും ചെയ്യും, നമ്മളെ താരതമ്യേന തളർത്തുകയും ചെയ്യുമെന്ന ബോധമുള്ളത് കൊണ്ട് തന്നെ തുഫൈൽ ബിൻ അംർ ദൗസി മക്കത്തേക്ക് കടന്നു വന്നപ്പോൾ മക്കയിലെ മുശ്രിക്കുകളെ പട്ടം കൂടി അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നമ്മളൊരു പ്രത്യേകമായൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മരണപ്പെട്ടു പോയ അബ്ദുള്ളയുടെ മകൻ അബ്ദുൽ മുത്തലിബിൻ്റെ ചെറുകുട്ടി പുതിയ ചില ആശയങ്ങളുമായി വന്നിട്ടുണ്ട്. ചില മന്ത്രവാക്കുകളെല്ലാം അയാൾ പറയുന്നുണ്ട്. വൈനമാ കൗലുഹു കൗലു സിഹർ എന്ന് അയാൾ കുറേ മാന്ത്രിക വചനങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ജനങ്ങളെ വശീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അദ്ദേഹമാണെങ്കിലും ആ വാക്കുകൾ കൊണ്ട് ഇവിടെ യുഫറ്റുക ബൈന റജുലി വബൈന അഖീഹി വബൈന റജുലി വസാഹിബതിഹി വബൈന റജുലി വഅഖീഹി, സഹോദരങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നു, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ തകർക്കുന്നു, കുടുംബ ബന്ധങ്ങൾ തകർക്കുന്നു. അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുറപ്പുകളും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ചില വാചകങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. സഹോദരന്മാരെ തമ്മിലടിപ്പിക്കുന്ന, കുടുംബം തകർക്കുന്ന, ഭാര്യാഭർത്തൃ ബന്ധങ്ങളെ തകർക്കുന്ന ചില വാക്കുകൾ പറഞ്ഞിട്ട് വശീകരിച്ച് ജനങ്ങളെ കീഴടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കരുതൽ വേണം. ഒരു കാരണവശാലും അയാളുമായി സംസാരിക്കാനോ അയാളെ കേൾക്കാനോ നിങ്ങൾ നിൽക്കരുത്. ആ ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല എന്ന്. എത്ര സ്നേഹമാണ് മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് തന്നോടുള്ളത് എന്ന് അദ്ദേഹം ആലോചിച്ചു പോയി. എത്ര കരുതലാണ് തൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിനുള്ളത്. ഇവരെത്ര ഗുണകാംക്ഷിയോടെയാണ് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ ഭയമായി. പുറത്തിറങ്ങി നടക്കുമ്പോൾ മക്കയിൽ പ്രധാനമായും പള്ളിയിലാണ് അദ്ദേഹം ഉണ്ടാവുക. കഅബയിലേക്ക് കടന്നു ചെല്ലുമ്പോഴൊക്കെ അദ്ദേഹത്തിന് ഭയമാണ്. ആ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനോട് എന്തെങ്കിലും പറയുമോ, അത് ഞാൻ കേട്ടുപോകുമോ, കേട്ടിട്ട് ഞാൻ വഴിപിഴച്ചു പോകുമോ എന്ന് ഭയന്നിട്ട് ഈ മനുഷ്യൻ തുണിയും പഞ്ഞുകളുമൊക്കെ കാതിൽ തിരികിയിട്ടാണ് പുറത്തിറങ്ങുക. ഇത് കേൾക്കാൻ പാടില്ല എന്ന്. അങ്ങനെ കാതിൽ പഞ്ഞു തിരികെയാണ് ചില ദിവസങ്ങൾ ഞാൻ മക്കയിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഒരു ദിവസം യാദൃച്ഛികമായി ഞാൻ കഅബയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എൻ്റെ കാതിൽ പഞ്ഞിയില്ലാതെ, മുൻവിധികളെന്ന പഞ്ഞിയുമില്ലാതെ, വളരെ നിഷ്പക്ഷമായ ഒരു മനോഭാവത്തോടു കൂടി ഞാൻ കഅബയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തോ പാരായണം ചെയ്യുന്നുണ്ട്. അദ്ദേഹം ശബ്ദിക്കുന്നു. ആ ശബ്ദം എൻ്റെ കാതുകളിലേക്ക് വീണപ്പോൾ വല്ലാത്തൊരു ആസ്വാദനവും ഒരു വശ്യതയും എനിക്ക് അനുഭവപ്പെട്ടു.
പിന്നെ ഞാൻ ആലോചിച്ച ഒരു വിഷയം ഇതാണ്, ഇത്രയും ആൾക്കാർ വന്ന് എന്നെ ഗുണദോഷിക്കാൻ ഞാൻ ആരാണ്? ഞാൻ വലിയ കവിയാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ ഈ പറഞ്ഞ ആൾക്കാരെക്കാൾ വിവേകവും വിജ്ഞാനവുമുള്ള ഒരാളാണ്. നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള കഴിവ് എനിക്കുള്ളപ്പോൾ പിന്നെ ഞാൻ എന്തിനു ബാക്കിയുള്ളവരെ കേൾക്കണം? അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ ഒന്ന് കേട്ടുപോകാം. നല്ലതാണെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളാം, കുഴപ്പമില്ലല്ലോ. അതുകൊണ്ട് എന്നെ വശീകരിക്കാൻ മാത്രം മാസ്മരികതയുള്ള വാക്കുകൾ അങ്ങ് അറേബ്യയിൽ മറ്റൊരാളുടെ കയ്യിലുമില്ല. ഞാൻ തന്നെ എല്ലാവരെയും മയക്കുന്ന കവിതയുടെ ആളാണല്ലോ എന്ന് അയാൾ ആലോചിച്ചു. എന്നിട്ട് പ്രവാചകർ മടങ്ങിപ്പോയപ്പോൾ ഒപ്പം കൂടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിനകത്ത് കടക്കുമ്പോൾ ഒപ്പം വീട്ടിലേക്ക് അനുവാദത്തോടെ കടന്നു വന്നിട്ട് ഈ മനുഷ്യൻ അദ്ദേഹം പ്രവാചകന്റെ മുമ്പിൽ കാര്യങ്ങൾ ധരിപ്പിച്ചു. ഞാൻ മക്കത്ത് വന്നപ്പോൾ ഇങ്ങനെ കുറെ കഥകൾ കേട്ടു. ഞാൻ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാതിരിക്കാൻ ഇങ്ങനെ ചില കരുതലുകൾ എടുത്തിരുന്നു. ഇന്ന് കേട്ടപ്പോൾ സാരമില്ല എന്ന് തോന്നി. എന്താണ് നിങ്ങളുടെ അജണ്ട? എന്താണ് നിങ്ങളുടെ താല്പര്യം? എന്താണ് നിങ്ങൾ എന്താ ഇവിടെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പ്രവാചകനോട് തുറന്നു ചോദിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ കലാമുകൾ ഓതി കേൾപ്പിച്ചു. അറേബ്യയിലെ വളരെ ശക്തനായ സാഹിത്യകാരനും അവിടുത്തെ മികച്ച കവികളുമായി ആദരിക്കപ്പെട്ട വ്യക്തികൾ ചുരുക്കം ചില ആൾക്കാരിൽ ഒരാളാണ് അദ്ദേഹം. പക്ഷേ ആ കവിയുടെ അത്ഭുതം കൂടി നിന്ന് പ്രവാചകന്റെ വചനങ്ങൾക്ക് മുമ്പിൽ അത്ഭുതകരമായ ഖുർആനിക വചനങ്ങൾ ആ മനുഷ്യൻ സ്വീകരിച്ചു. അതിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടു. ഇതൊരു മനുഷ്യവചനമേ അല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഇതൊരിക്കലും ഒരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ പറയാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ഭാഷയല്ല ഇത് മനുഷ്യന്റെ ശൈലിയല്ല. ഇത് അത്ഭുതകരമായ വചനമാണ്. ഞാനിത് സ്വീകരിക്കുന്നു എന്ന് ആ മനുഷ്യൻ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അത് കേട്ടു, ഉൾക്കൊണ്ടു എന്നതാണ് അദ്ദേഹം ചെയ്ത വലിയ മഹത്തായ ഒരു കാര്യം. അതിനുശേഷം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. ഞാൻ ദൗസ് ഗോത്രത്തിലേക്ക്, ഞാൻ നാട്ടിലേക്ക് പോവാണ്, അവരെല്ലാവരെയും ഇസ്ലാമിലേക്ക് കടത്തിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ ക്ഷമയോടെ കേട്ടു. അതുവരെ ഇല്ലാത്ത, മുൻവിധിയില്ലാതെ നിഷ്പക്ഷമായി കാര്യങ്ങൾ കേൾക്കാൻ തയ്യാറായപ്പോൾ അത് സ്വീകരിക്കാൻ അദ്ദേഹത്തിനോട് സാധ്യമായി. അതിലൊക്കെ ഉപരിയായി കവി എന്ന നിലയിലും നേതാവ് എന്ന നിലയിലും എന്നെ അംഗീകരിക്കുന്ന, എന്നെ വാഴ്ത്തിപ്പാടുന്ന, എൻ്റെ സ്വാധീന വലയത്തിലുള്ള എൻ്റെ ഗോത്രം മുഴുവനും ഞാനിത് ചെന്ന് പറയുന്ന പാടെ ഇസ്ലാമിലേക്ക് വരുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. അദ്ദേഹം കടന്നുപോയി തിഹാമയിൽ ചെന്ന് ദൗസ് ഗോത്രക്കാരോട് ഞാൻ ഇന്ന് മക്കത്ത് പോയപ്പോഴുണ്ടായ അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, അവിടെ ഒരു ആശയം വന്നു, കുറെ വചനങ്ങളുണ്ട്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. പാരമ്പര്യമായി നമ്മൾ വിശ്വസിച്ചു പോകുന്നതെല്ലാം അബദ്ധമായിരുന്നു. ഇതൊക്കെ അന്ധകാരമാണ്, ഇതൊക്കെ അബദ്ധ വിശ്വാസങ്ങളാണ്, അന്ധവിശ്വാസങ്ങളാണ്. ശരിയായ വിശ്വാസം ഏകനായ ഇലാഹിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്കുകൾ കൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വചനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ജനങ്ങളോട് സത്യങ്ങൾ പറഞ്ഞു. ആരും സ്വീകരിച്ചില്ല. ഇദ്ദേഹം എന്താണോ പ്രതീക്ഷിച്ചത് അതിന് വിപരീതമായിട്ട് ജനങ്ങൾ, കാരണം ഒരു ജനങ്ങളെ കൊണ്ട് സാധ്യമാകുന്ന കാര്യമല്ല, അന്ന് വരെ ശീലിച്ചു പോയ കാര്യങ്ങൾ, മനുഷ്യന്റെ ശീലങ്ങളിൽ നിന്ന് പുറത്തു കടക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളൊരു കാര്യമാണ്. നമ്മൾ ജീവിതശീലങ്ങളായി കൊണ്ടു നടക്കുന്ന കുറേയേറെ കാര്യങ്ങൾ അതെല്ലാം അബദ്ധമാണ് എന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് ഒരിക്കൽ പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ നമ്മുടെ മൈൻഡ് സമ്മതിക്കില്ല, നമ്മുടെ ഈഗോ അനുവദിക്കില്ല. അതുകൊണ്ട് ആ സമൂഹം ഒന്നടങ്കം അദ്ദേഹത്തെ പുറന്തള്ളി. താനും ആ മാജിക്കിൽ പെട്ടുപോയ, അയാളുടെ വശ്യതയിൽ പെട്ടുപോയ, ആ അപകടത്തിൽ വീണുപോയ ഒരാളാണ്. പാരമ്പര്യ വിശ്വാസം തലമുറ കൈമാറി കൊണ്ടുവന്ന ലാത്തയും മുസ്സയും മനാത്തയും അടങ്ങുന്ന വിഗ്രഹങ്ങളോടുള്ള ആരാധന, അവരെ ഇടയാളുകളാക്കിയുള്ള പ്രാർത്ഥനകൾ, അവർക്ക് വേണ്ടിയുള്ള നേർച്ചകൾ, അവർക്ക് വേണ്ടിയുള്ള വഴിപാടുകൾ, ഇത് നമ്മുടെ പാരമ്പര്യമാണ്, ഇത് നമ്മുടെ പൈതൃകമാണ്. ഇതിന് വിപരീതമായൊരു പുത്തൻ ആശയത്തെ നിങ്ങൾ സ്വീകരിച്ചെങ്കിൽ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹം മടങ്ങി മക്കയിലേക്ക് വന്നു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, ദൗസ് ഗോത്രക്കാർ എന്നെ നിരാകരിച്ചു. ഞാൻ എത്രയോ താഴ്ന്നിറങ്ങി പറഞ്ഞു അവരോട്, എത്രയോ വിശാലമായും വ്യക്തമായും സ്പഷ്ടമായും ഞാൻ കാര്യങ്ങൾ പറഞ്ഞു ധരിപ്പിച്ചു. എന്നിട്ടും എന്നെ അവർ നിഷേധിക്കുകയാണ്. ഇത് സ്വീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. ദൗസ് ഗോത്രത്തിന്റെ നാശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇദ്ദേഹം പറഞ്ഞു. ഈ പ്രവാചകൻ വിശ്വസിച്ച ആദ്യകാല വിശ്വാസികൾ ഇരിക്കുന്ന സദസ്സാണ്. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞിരുന്നു. ആകാശത്തേക്ക് കരങ്ങൾ ഉയർത്തി അള്ളാഹുവിന്റെ റസൂൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ പ്രാർത്ഥനയുടെ രംഗം കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ദൗസ് ഗോത്രത്തിന്റെ അവസാനമാണെന്ന്. ദൗസ് ഗോത്രം ഇന്നിവിടെ അവസാനിക്കുകയാണ് എന്ന് എല്ലാവരും കണക്കാക്കി. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു, എന്ന്. അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ സന്മാർഗം കാണിക്കണേ അല്ലാ. അല്ലാഹുവേ, ദൗസ് ഗോത്രത്തിന് നീ സന്മാർഗം കാണിക്കണേ അല്ലാ. ഫഅതി ബിഹിം ഇലൈ. അല്ലാഹുവേ, അവരെ സന്മാർഗത്തിലായി നമ്മളിലേക്ക് നീ കൊണ്ടുവരണേ അല്ലാഹുവേ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ദൗസ് ഗോത്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നീട് തുഫൈലിനോട് പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോകണം. അവിടെ പോയി ജനങ്ങളോട് മാന്യമായി പറഞ്ഞുകൊണ്ടേയിരിക്കണം. കരുണയോടെയും സ്നേഹത്തോടെയും നിങ്ങൾ മനസ്സിലാക്കിയ സത്യങ്ങളെ ആവർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ.
ഈ അക്ഷമനായി ആ ജനങ്ങളുടെ പ്രതികരണത്തിൽ മനം മടുത്ത് വെറുപ്പോടുകൂടി അവർ നശിച്ചെങ്കിലെന്ന് ആഗ്രഹിച്ചു വന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മടങ്ങിപ്പോവാൻ, അവിടെ പോയിട്ട് ഇനിയും സംസാരിക്കാൻ നിർത്തണ്ട, ഈ നാവുകൾ ശബ്ദിച്ചുകൊണ്ടേയിരിക്കട്ടെ എന്ന്. അങ്ങനെ കാലങ്ങൾ കടന്നുപോയി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം വിട്ടു മദീനത്ത് പോയി. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നു. 7-ാമത്തെ വർഷം ഖൈബർ യുദ്ധവും കടന്ന് അതും കഴിഞ്ഞ് നിൽക്കുമ്പോൾ 80 കുടുംബവുമായിട്ട് ദൗസിൽ നിന്ന് ഈ മനുഷ്യൻ കടന്നു വന്നു മദീനയിലേക്ക്. 80 കുടുംബങ്ങൾ, ആ കുടുംബത്തിലുള്ള മുഴുവൻ അംഗങ്ങളുമായി മദീനത്തേക്ക് വന്ന റസൂലെ, ഇവരെല്ലാവരും ഇതാ ഇസ്ലാമിലേക്ക് വന്നിരിക്കുന്നു എന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ഒരു കാലഘട്ടം, ഒരു വലിയ സുദീർഘമായ ഒരു കാലഘട്ടം മുഴുവനും സമാധാനത്തോടെ കരുണയോടുകൂടി നിലയ്ക്കാതെ ശബ്ദിച്ചിരുന്നത് കൊണ്ടാണ് ഒരു സമൂഹത്തിന് സൽപാന്താവിലേക്ക് കൊണ്ടുവരാൻ തുഫൈൽ ഇബ്നു അംർ ദൗസിക്ക് സാധ്യമായിട്ടുള്ളത്. ഇത് കൂടെ കേൾക്കുക, പറയുക എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കർത്തവ്യത്തിലേക്കാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ഇന്ന ശർറ ദവാബി ഇൻദല്ലാഹി സുമ്മുൽ ബുക്മുൽ ലദീന ലാ യഅഖലൂൻ. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ വിഷയം, ഏറ്റവും നികൃഷ്ടമായ മനുഷ്യന്റെ ജീവിതാവസ്ഥ എന്താണ്? കാര്യങ്ങൾ മനസ്സിലാക്കുന്ന വിധത്തിൽ കേൾക്കാൻ കഴിയാത്ത അവസ്ഥ, കേൾക്കുന്നതനുസരിച്ച് പ്രതികരിക്കാൻ കഴിയാത്ത നാവിന്റെ മൂഖത എന്നുള്ളതും നിശബ്ദത എന്നുള്ളതും ഏറ്റവും നികൃഷ്ടമായ ജീവിതാവസ്ഥയാണെന്ന് വിശുദ്ധ ഖുർആൻ. വളരെ ഗൗരവമുള്ള വാക്കുകൾ, മനോഹരമായൊരു പ്രയോഗത്തിലൂടെ വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്ന. ഇവിടെ ഏറ്റവും മോശപ്പെട്ട ജീവിവർഗം എന്ന് പറയുന്നത്, മനുഷ്യനെന്നല്ല, ഏറ്റവും മോശപ്പെട്ട ജീവിവർഗം, ജീവിതാവസ്ഥ എന്ന് പറഞ്ഞാൽ കേൾക്കാൻ കഴിയാത്ത കാതുകളും സംസാരിക്കാൻ കഴിയാത്ത നാവുമുള്ള മനുഷ്യനാണ് എന്ന് വിശുദ്ധ ഖുർആൻ. സത്യം കേൾക്കാൻ കഴിയണം, ലോകത്തിന്റെ നിലവിളികൾ കേൾക്കാൻ കഴിയണം, പീഡിത സമൂഹത്തിന് ദീനരോധനങ്ങൾ കേൾക്കാൻ കഴിയണം, കരയുന്നവന്റെ കണ്ണുനീരിന്റെ ശബ്ദങ്ങൾ കേൾക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, ചുറ്റുപാടും യാചിക്കുന്നവന്റെ വാക്കുകൾ കേൾക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, സങ്കടപ്പെടുന്നവന്റെ വേദനകൾ കേൾക്കാൻ കഴിയണം, അള്ളാഹുവിലേക്ക് വിളിക്കുന്ന പ്രവാചകന്മാരുടെയും എന്നും ശബ്ദിച്ചു കൊണ്ടിരിക്കുന്ന വേദങ്ങളുടെയും അവയ്ക്ക് വേണ്ടി ശബ്ദം കൊടുക്കുന്ന പണ്ഡിതന്മാരുടെയും ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയണം. അങ്ങനെ കേൾക്കാനുള്ളത് കൂടിയാണ് നാവ്, കാതെന്നുള്ളത്. അതുകൊണ്ട് കേൾക്കാൻ കഴിയണം. ആ കാതിലേക്ക് കേൾക്കുന്ന ഓരോ ശബ്ദങ്ങളും നമ്മുടെ നെഞ്ചകത്തിരിക്കുന്ന ഹൃദയത്തിന്റെ പൂട്ട് തുറക്കുന്ന താക്കോലുകളാണ് നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ട്. എത്ര മനുഷ്യരെയാണ് ചരിത്രം നമുക്ക് കാണാൻ കഴിയും. എത്ര മനുഷ്യരുടെ നെഞ്ചുകൾ തുറന്നിട്ടുണ്ട് ഈ നാവുകൾ. നമ്മളെപ്പോഴും പറയാറുണ്ട്, നാവിനെ കുറിച്ച് പറയുമ്പോൾ, ഈ കേൾവിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നാവ് സൂക്ഷിക്കണം, കാതുകളെ സൂക്ഷിക്കണം. നാവിനെ പിടിക്കാൻ പറയും, കാതുകളെ സൂക്ഷിക്കണമെന്ന് പറയും. സൂക്ഷിക്കുക മാത്രമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് സൂക്ഷിക്കണമെന്ന് പറഞ്ഞ തിന്മയിൽ നിന്നാണ് മനുഷ്യരെ, തെറ്റുകളിൽ നിന്നും മോശമായത് കേൾക്കാൻ ഈ കാതുകൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾക്ക് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്, വണ്ണമേറിയ അനുഗ്രഹം. അല്ലാഹു നൽകാത്ത ഏത് അനുഗ്രഹമാണ് മനുഷ്യനുള്ളത്? മനുഷ്യരെ നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങളുടെ ശ്വാസവും ഉച്ഛ്വാസവും നിങ്ങളുടെ ശരീരത്തിൽ ഉയർന്നു നിൽക്കുന്ന രോമങ്ങൾ പോലും അള്ളാഹുവിന്റെ അത്ഭുതകരമായ അനുഗ്രഹമായിരിക്കുമ്പോൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന മനുഷ്യരാണ് നമ്മളെങ്കിൽ, അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ ചിലതിനെ അക്കമിട്ട് നിരത്തിയിട്ട് അല്ലാഹു പറയാണ്, തീർച്ച അടിവരയിട്ട് അള്ളാഹു പറയുകയാണ്, തീർച്ചയായിട്ടും നിങ്ങളുടെ കാതുകൾ, നിങ്ങൾക്ക് നൽകി അള്ളാഹു നൽകിയ കേൾവി ശക്തി ഉണ്ടല്ലോ, നിങ്ങളുടെ ഈ കാതുകൾ, നിങ്ങളുടെ ഈ കണ്ണുകൾ, നിങ്ങളുടെ ചിന്താശേഷി നൽകുന്ന ഈ ഹൃദയങ്ങൾ, ഇതിന് മൂന്നിനെ കുറിച്ചും ചോദ്യമുണ്ട് മനുഷ്യരെ എന്ന് ചോദിക്കും. ഇതെങ്ങനെയാണ് നിങ്ങൾ ഉപയോഗിച്ചത് എന്ന്, എന്താണ് നിങ്ങൾ കേട്ടത് എന്ന്, നിങ്ങൾ എന്ത് കേട്ടറിഞ്ഞു എന്ന് ചോദ്യമുണ്ടാകും. നിങ്ങൾ എങ്ങനെയാണ് കണ്ടറിഞ്ഞത് എന്ന് ചോദ്യമുണ്ടാകും. നിങ്ങൾ ഈ നാവിനെ എങ്ങനെയാണ് ഉപയോഗിച്ചത് എന്ന് ചോദ്യമുണ്ടാകും. നിങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കിയതെന്ന് ചോദ്യമുണ്ടാകും മനുഷ്യരെ. കേൾക്കാൻ താല്പര്യമില്ല, കാണാൻ താല്പര്യമില്ല, ശബ്ദിക്കാൻ താല്പര്യമില്ല, ചിന്തിക്കാനും താല്പര്യമില്ല. പിന്നെ എന്തിന് മനുഷ്യരെ ഈ ജന്മം? നാൽക്കാലികളെക്കാൾ മോശമായ അവസ്ഥയാണത്. അതാ ഖുർആൻ സംസാരിക്കുന്നത്, ബൽഹും മളല്ല് എന്ന്. നാൽക്കാലികളെക്കാൾ മോശമായ അവസ്ഥ. തിന്നാനും കുടിക്കാനുമാണെങ്കിൽ വേറെ ജീവികൾ ഇവിടെ ഉണ്ട് മനുഷ്യരെ. ഒരുപാട് ജീവിവർഗങ്ങൾ അല്ലാഹു ഭൂമിയിൽ പടച്ചുവിട്ടിട്ടുണ്ട്. അവർ ഈ തിന്നുന്നുണ്ട്, അവർ കുടിക്കുന്നുണ്ട്, അവർ വിസർജിക്കുന്നുണ്ട്, അവർ പ്രത്യുൽപാദനം നടത്തുന്നുണ്ട്. അതിനു വേണ്ടിയോ മനുഷ്യർ? അല്ലടോ, അതിനു വേണ്ടിയല്ല മനുഷ്യർ. മനുഷ്യരെ അല്ലാഹു പടച്ചുവിട്ടതിന് പ്രത്യേകമായ താല്പര്യമുണ്ട്. ആ കർത്തവ്യബോധം ഉണരാൻ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മനുഷ്യനെ കൊണ്ട് കഴിയണ്ടേ? അതിനാദ്യം കാതുകൾ കുറിപ്പിക്കണം മനുഷ്യരെ, അതിനാദ്യം കാതുകൾ കുറിപ്പിക്കണം. വിശുദ്ധ ഖുർആൻ. നെഞ്ചു തുറന്ന് കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ചിന്തിക്കുന്ന ഒരു സമൂഹത്തിനും, കാതുകൾ കുറിപ്പിച്ച് കാര്യങ്ങൾ കേട്ട് പഠിക്കുന്ന സമൂഹത്തിനുമല്ലാതെ ലോകത്ത് പാഠങ്ങളില്ല എന്ന്. പാഠം പഠിക്കുന്നവന്റെ ഗുണമാണ് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത്. ചിന്തിക്കാൻ കഴിയണം. എന്താ ചിന്തിക്കുന്നത്? നമ്മളെപ്പോഴും പണത്തെക്കുറിച്ചല്ലാതെ ആലോചിച്ചിട്ടുണ്ടോ?
ഭാവിയുടെ പദ്ധതി എന്നാൽ പോലും ദുനിയാവിൽ എങ്ങനെയാണ് ആരെ കിടത്തിയിട്ട് പണം ഉണ്ടാക്കാമെന്ന്, ആരെ ചാടിച്ചിട്ട് പണം ഉണ്ടാക്കാമെന്ന്, ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിന് വളമാകുള്ളൂ, ഒന്നിനെ തകർത്തൊന്ന് സമ്പാദിക്കാൻ വേണ്ടി, ഒന്ന് വളർത്താൻ വേണ്ടി, സ്ഥാപിക്കാൻ വേണ്ടി എത്രമാത്രം ചിന്തിക്കുന്നു മനുഷ്യർ നിങ്ങൾ. എന്നാൽ അള്ളാഹു നിങ്ങൾ പടച്ചു വിട്ടുപോയ നിമിഷത്തെക്കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഞാനെന്ന് ആ ചിന്ത നമ്മളെ ബാധിച്ചിട്ടുണ്ടോ? അത്തരം ചിന്താഗതികൾ നമ്മുടെ ഉള്ളിലുണ്ടോ? മരണത്തിനപ്പുറത്തൊരു ജീവിതം നമ്മളെ കാത്തിരിക്കുന്നുണ്ട് എന്ന്, അതിനപ്പുറത്തേക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നേർക്ക് നേർ നിൽക്കുന്ന വിചാരണ നിമിഷമുണ്ട് എന്ന്, അണുവളവിന്റെ നന്മ ചെയ്താൽ കൂലി വാങ്ങിക്കുന്ന, അണുവളവിന്റെ തിന്മ ചെയ്താൽ അതിന് ശിക്ഷ മേടിക്കേണ്ടി വരുന്ന അള്ളാഹുവിന്റെ നീതിപീഠമുണ്ട് എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? അവിടെയാണല്ലോ നമ്മൾ കാതുകൂർപ്പിക്കാനുള്ളത്. അത് ചിന്തിക്കണം. ചിന്തിക്കാനും കേൾക്കാനുമാണ് അള്ളാഹു കാതുകളെയും ഹൃദയങ്ങളെയും സംവിധാനിച്ചത്. അത് കേൾക്കുക, ആ കേൾക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുക, അതിനും അപ്പുറത്തേക്ക് കടമകൾ ബാക്കിയാകുന്നു. കേട്ടറിഞ്ഞാൽ, കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശബ്ദിക്കണം. ഈ നാവുകളെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ വളരെ ഗൗരവത്തോടെ പറഞ്ഞു, നിങ്ങൾ ഈ നാവുകളെ നിങ്ങൾ പിടിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലിയ അപകടകാരിയാണ്, ഇരുതല മൂർച്ചയുള്ള ഒരു വാള പോലെയാണ് നാവ് എന്നുള്ളത്. ഒരു മനുഷ്യനെ നരകത്തിലെത്തിക്കാൻ ഈ നാവ് ധാരാളമാണെന്ന് പലപ്പോഴും പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് റസൂൽ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള ഒരു അവയവത്തെ നിങ്ങൾ സൂക്ഷിക്കുമെങ്കിൽ സ്വർഗം കൊണ്ട് ഞാൻ ജാമ്യം നിൽക്കാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ നാവിനെ സൂക്ഷിച്ചാൽ. അതുകൊണ്ട് എല്ലായിടത്തും സംസാരിച്ചു നാവിനെ സൂക്ഷിക്കണേ എന്ന്. അതുകൊണ്ട് മൗനം വിദ്വാന് ഭൂഷണമെന്ന്, മൗനം സ്വർണ്ണമാണെങ്കിൽ വാക്ക് വജ്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നല്ലേ പറഞ്ഞതിന്റെ കാര്യം. മിണ്ടാതിരുന്നവരാരും ചരിത്രമുണ്ടാക്കിയിട്ടില്ല. നിശബ്ദത കൊണ്ട് ലോകത്തൊരു കൊടുങ്കാറ്റും ഉണ്ടായിട്ടില്ല. വാക്കുകൾ വിതച്ചതാണ് ഈ ലോകത്തുള്ള എല്ലാ സാംസ്കാരികമായ പുരോഗതിയുടെയും എല്ലാ വിപ്ലവങ്ങളുടെയും ഏറ്റവും കാതലായ കാരണമെന്നുള്ളത് വാക്കുകൾ തന്നെയാണ്. അതാണ് ഈ ലോകത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി അടക്കമുള്ള പ്രവാചകന്മാർ നിശബ്ദ പ്രചരണമല്ല നടത്തിയിട്ടുള്ളത്. ശക്തമായ പ്രതിബന്ധങ്ങൾക്ക് മുമ്പിൽ പോലും അവർ ശക്തമായ വാക്കുകളുമായി നിന്നിട്ടുണ്ട്. അത് പ്രവാചകന്മാർ. നമ്മളൊക്കെ എന്തെങ്കിലും പ്രബോധനമില്ല, നമ്മൾ ഇന്ന് പ്രബോധനം ചെയ്യാറില്ല. സത്യമായി ജനങ്ങളോട് പങ്കിടാൻ നമുക്ക് താല്പര്യമില്ല. പഠിക്കുക, ഉൾക്കൊള്ളുക എന്നുള്ള ഒന്നാമത്തെ കാര്യമാണ്. അത് പഠിച്ചുകൊണ്ടേയിരിക്കുക. അതിനോടൊപ്പം തന്നെ ഈ പഠിക്കുന്ന സത്യങ്ങൾ മറ്റുള്ളവരോട് പറയേണ്ട ധാർമ്മികമായൊരു ഉത്തരവാദിത്തം, ഒരു ബാധ്യത ഓരോ പൗരന്റെ മേലും ഏൽപ്പിക്കപ്പെട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് അവസാന പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം എന്നൊരു പ്രവാചകൻ വരില്ല എന്നിരിക്കുമ്പോൾ ലോകത്തുള്ള ജനങ്ങൾക്ക് വഴികാട്ടിയാകേണ്ടവർ നമ്മൾ തന്നെയല്ലേ? പരസ്പരം സത്യം പറയുക എന്നുള്ള, അറിഞ്ഞ സത്യങ്ങൾ പറയാൻ നമുക്ക് വൈമനസ്യ പേടിയാ. അത് ഇപ്പോഴേ സാഹചര്യം അതിന് അനുകൂലമല്ല എന്ന്. ലോകത്ത് ഏത് സാഹചര്യമാണ് പ്രബോധകർക്ക് അനുകൂലമായിട്ട് കടന്നു പോയിട്ടുള്ളതെന്ന് നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു പ്രവാചകന്മാർക്ക് ഇത് അനുകൂല കാലഘട്ടമാണ്, ഇപ്പൊ കുഴപ്പമില്ല, കാറ്റുള്ളുമ്പോൾ തൂറ്റുക എന്ന വിവേകശാലിയായ ഒരു തന്ത്രപരമായ നീക്കം നടപ്പിലാക്കാൻ പറ്റിയ അവസരമാണ് ഇപ്പൊ പറയാം. അങ്ങനെ അവസ്ഥയെ ഉണ്ടായിട്ടില്ല, ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല. ഏറ്റവും പ്രതികൂലമായ അന്തരീക്ഷത്തിലാണ് അവർ കാര്യങ്ങൾ പറയുക. ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ഏതവസരത്തിലും മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം നമുക്കറിയാം. കാറൂന്റെ മുമ്പിലും ഫറോവയുടെ മുമ്പിലും ദീൻ പറഞ്ഞവരാണവർ. അതിലും വലിയ അധികാരത്തിന് ചാട്ടടികളുമായി നിന്ന് ശക്തരായ സാമ്രാജ്യത്വവാദികളൊന്നുമില്ല ചരിത്രത്തിൽ ഖുർആൻ കാണിക്കുമ്പോൾ. നോക്കൂ, ആ സമൂഹത്തിന്റെ മുമ്പിൽ നിന്ന് മതം പറഞ്ഞവരാണ്, അള്ളാഹുവിനെ കുറിച്ച്, അവന്റെ ഏകത്വത്തെ കുറിച്ച് സംസാരിച്ചവരാണ്. ഞാൻ ദൈവമാണ്, അന റബ്ബുക്കുമുൽ അഅ്ലാ എന്ന് പറഞ്ഞ സ്വേച്ഛാധിപതിയായ ഫറോവയുടെ മുമ്പിൽ പോയി നിന്നിട്ട് പീഡിതരായ ബനൂ ഇസ്രായേലുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മഹാനായ മൂസ നബി അലൈഹി ഇസ്ലാം പറഞ്ഞ വാക്കുകൾ, നീ അല്ല റബ്ബ്, ആകാശഭൂമികളെ പടച്ചവനാണ്, നിന്നെ കൂടി സൃഷ്ടിച്ചവനാണ് അള്ളാഹു, അവനാണ് ദൈവമെന്ന്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞ പ്രവാചകൻ മൂസ നബി അലൈഹി ഇസ്ലാമിന് എന്ത് അനുകൂലമായ തരംഗമുണ്ടായിരുന്നു അവിടെ? എന്തെങ്കിലും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു? പ്രബോധനം സാഹചര്യം നോക്കിയിട്ടില്ല മനുഷ്യരെ. നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. മക്കയിൽ കാറ്റൊന്ന് അനുകൂലമാകട്ടെ, മക്കയിലെ സാഹചര്യങ്ങളൊന്ന് ശാന്തമാകട്ടെ, എന്നിട്ട് പ്രബോധനം നടത്താമെന്ന് പ്രവാചകർ തീരുമാനിച്ചു വീട്ടിനകത്ത് വിശ്രമിക്കാനിരുന്നെങ്കിൽ നമ്മൾ ഈ പള്ളിക്കകത്തിരിക്കില്ല. ഇല്ല മനുഷ്യരെ, ആദ്യത്തെ ശ്രമം തന്നെ പരാജയപ്പെട്ട് ഈ മലയുടെ പിൻഭാഗത്തൂടെ ഒരു സൈന്യം നിങ്ങളുടെ സായുധ സജ്ജമായി നിങ്ങൾ ആക്രമിക്കാൻ വേണ്ടി വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ, നിന്നെപ്പോലെ സത്യസന്ധനായ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങൾ വിശ്വസിക്കുമെന്ന് പറഞ്ഞ അതേ ജനങ്ങൾ, എന്നാൽ ഞാൻ പറയട്ടെ അല്ലാഹു ഏകനാണ്, ഞാൻ അവന്റെ ദൂതനാണെന്ന് പറഞ്ഞപ്പോ തബ്ബല്ലക യാ മുഹമ്മദ് അലി ഹാദാ ജമാഅത്തുന, നാശ മുഹമ്മദ് നിനക്ക് നീ ഇതിനാണ് നമ്മൾ വിളിച്ചു കൂട്ടിയതെന്ന് പ്രവാചകനെ വിമർശിച്ച് മുഖത്ത് കാർത്തുപ്പി കടന്നുപോയ ഒരു സമൂഹത്തിന് മുമ്പിൽ പതറി നിന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഒളിവിൽ പോകാം, ഇനി രഹസ്യമായിരിക്കാം, കാര്യങ്ങൾ അനുകൂലമാകട്ടെ എന്ന് കണക്കാക്കിയോ? ഇല്ലല്ലോ. പ്രവാചകർ പറഞ്ഞുകൊണ്ടേയിരുന്നു, അടുപ്പക്കാരോട് ആദ്യം പറയാൻ
അടുപ്പമുള്ളവരോട് പറഞ്ഞു, ഭാര്യയോട് പറഞ്ഞു, ഇളയാപ്പയുടെ മകനോട് പറഞ്ഞു, കൂട്ടുകാരനോട് പറഞ്ഞു. അങ്ങനെ അടുത്ത തറയിലേക്ക് ഓരോ ഘട്ടം ഘട്ടമായി ഓരോരുത്തരുടെയും പറഞ്ഞുകൊണ്ടേയിരുന്നു. നിർത്തിയില്ല ആ ശബ്ദം, നിലയ്ക്കാത്ത ആ ശബ്ദം 23 വർഷം അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദം നിലയ്ക്കാതെ ഈ ഭൂമിയിൽ മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. ആ മുഴക്കമെന്ന് ഈ കേരളത്തിൽ പോലും മുഴങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നിശബ്ദത കൊണ്ടല്ല മുഹമ്മദ് നബി ചരിത്രമുണ്ടാക്കിയത്, ശബ്ദിച്ചിട്ടാണ് എന്ന് മനസ്സിലാക്കണം. മിണ്ടാതിരുന്നിട്ട് ലോകത്ത് ചരിത്രം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ പ്രവാചകൻ എന്ന് അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ ലക്ഷം വരുന്ന സഹാബാക്കളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിപ്ലവകരമായി പ്രഖ്യാപിച്ചു, കേട്ടവർ കേൾക്കാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ, അറിഞ്ഞവർ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ എന്ന്. മഹത്തായ സന്ദേശം പ്രവാചകന്റെ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലോകത്തിന്റെ ആകമാനം മുക്കുമൂലകളിലേക്ക് സഞ്ചരിച്ചു പോയ സഹാബാക്കൾ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അവരുടെയൊക്കെ ത്യാഗോജ്ജലമായ പ്രബോധനത്തിന്റെ ആ ഒരു ഭാഗമായിക്കൊണ്ട് മാത്രമാണ് നമ്മൾ ഇസ്ലാമിലേക്ക് വന്നത്. നമ്മുടെയൊക്കെ പാരമ്പര്യം, നമ്മളങ്ങാരും തങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ ഇസ്ലാമിക പാരമ്പര്യമുള്ള കുടുംബത്തിലോ ജനിച്ചു വീണവരില്ല. എപ്പോഴോ എവിടെയോ നമ്മുടെ പരമ്പരയിൽ പെട്ടുപോയ, പൂർവികരിൽ പെട്ടുപോയ ഏതോ നമ്മുടെ പിതാക്കന്മാരിൽ ഒരാൾക്ക് ഉണ്ടായ ഒരു സ്ട്രൈക്ക് ചെയ്ത് അവരുടെ ഹൃദയത്തിൽ സ്വാധീനിച്ചിട്ടുള്ള മഹത്തായ ഖുർആനിക വചനത്തിന്റെ മുമ്പിൽ നിന്നുപോയ നിമിഷം. അതുകൊണ്ടാണ് നമ്മൾ ജനിച്ചപ്പോൾ മുസ്ലിം ആയത്, അല്ലെങ്കിൽ ഈ മതത്തിന്റെ വേലിക്കെട്ടിനുള്ളിൽ ജനിക്കാൻ നമ്മളെ കൊണ്ടൊരു തൗഫീഖ് ഉണ്ടായത്. അത്രയോ വലിയ ഭാഗ്യമാണെന്നറിയുമോ? ഇപ്പോഴും ഇസ്ലാം എന്നുള്ളത് ജന്മാവകാശമായി കിട്ടുന്ന സംഗതിയല്ല. അങ്ങനെ ജനിച്ചത് കൊണ്ട് ആരും മുസ്ലിങ്ങളായിട്ടുമില്ല. പക്ഷെ നമുക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ അള്ളാഹു നൽകുന്നതാണ്. എല്ലാ മനുഷ്യന്റെ മുമ്പിൽ ഓപ്പണായി നിൽക്കുന്നുണ്ട് അള്ളാഹുവിന്റെ ഇൻദാറുകൾ, മുന്നറിയിപ്പുകൾ, താക്കീതുകൾ. വിവേകശാലിയായ മനുഷ്യർക്ക്, വേർതിരിച്ചറിയാനുള്ള ശേഷിയുള്ള മനുഷ്യർക്ക് ചിന്തിക്കാം. ശരിയും തെറ്റും തിരഞ്ഞെടുക്കാനുള്ള ഉത്തമമായ ബോധമുള്ള ഒരു സാഹചര്യത്തിൽ ഇത് തെറ്റാണ്, ഇത് ശരിയല്ല എന്ന് തോന്നിയാൽ, ഇതിനേക്കാൾ മികച്ച മതം, വിശ്വാസം വേറൊന്നുണ്ട് എന്ന് തോന്നിയാൽ കളഞ്ഞിട്ട് പോകാം. എല്ലാ മനുഷ്യരുടെ മുമ്പിലുമാണ്. ഏത് ജാതി മതക്കാർക്കും ഇത് തുറന്നു വെച്ചൊരു പുസ്തകമാണ് ഈ മതം എന്നുള്ളത്. എല്ലാ മനുഷ്യരും ആലോചിക്കണം, ചിന്തിക്കണം. സമഗ്രമായ പഠനങ്ങൾ നടത്തിയിട്ട് വ്യക്തമായൊരു തീരുമാനത്തിലെത്താൻ ബോധമുള്ളവനാണ് മനുഷ്യൻ. അതുകൊണ്ട് എല്ലാ മനുഷ്യരുടെ മുമ്പിലേക്കാണ് വയ്ക്കുന്നത്. പക്ഷേ അന്യമതത്തിൽ ജനിച്ചു വീഴുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ഈ മതത്തിലേക്ക് കയറി വരിക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. എത്ര എതിർപ്പുകൾ ഉണ്ടാകും, എത്ര പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത് പഠിച്ച് മനസ്സിലാക്കിയാൽ പോലും ഒരു കുടുംബത്തിന്റെ ഒരു പ്രത്യേകമായ വിശ്വാസവുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഇസ്ലാമിലേക്ക് കൺവെർട്ട് ചെയ്ത് വരുന്നതിന്റെ പ്രായോഗികമായ പ്രയാസം എത്രമേൽ വലുതാണ്. പക്ഷെ അതൊക്കെ അതിജീവിച്ചും ഇസ്ലാമിലേക്ക് വന്ന കോടിക്കണക്കിന് മനുഷ്യരൊന്നും ലോകത്ത് അഭിമാനത്തോടെ ഞാനൊരു മുസ്ലിമാണെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ, പാരമ്പര്യ മുസ്ലിമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം മതം പഠിക്കാനും നമുക്ക് താല്പര്യമില്ല, പഠിച്ച മതം പറഞ്ഞു കൊടുക്കാൻ ധൈര്യവും നമുക്കില്ല. ഇന്ന് ഇസ്ലാമിന്റെ പ്രബോധനം നടപ്പിലാക്കുന്നത് കൺവെർട്ട് ചെയ്ത് ഇസ്ലാമിലേക്ക് വന്നവരാണ് എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിന്റെ പ്രബോധനത്തിന് മുമ്പിൽ ആരാളുള്ളത്? ഇസ്ലാമിനെ അറിഞ്ഞ് ജീവിതത്തിന്റെ എവിടെയോ ഏതോ വഴിത്താരയിൽ ഇസ്ലാം എന്ന സത്യം ബോധ്യപ്പെട്ടതിലേക്ക് സധൈര്യം കടന്നു വന്നവരാണ് ഇന്ന് ധൈര്യത്തോടെ പരസ്യമായി അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുന്നത്, ഈ സത്യം പ്രചരിപ്പിക്കുന്നത്. നമുക്കതിൽ ഉത്തരവാദിത്വമില്ല, നമുക്ക് താല്പര്യമില്ല. കാരണം കാറ്റ് അനുകൂലമല്ലാന്ന്. ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് പ്രബോധനം ചെയ്യുക എന്ന്? പിന്നെ ഏത് സാഹചര്യമാണ് നമുക്ക് അനുകൂലമാകുന്നത്? തിരയടങ്ങിയിട്ട് കടലിറങ്ങാൻ നിന്നാൽ നടക്കുന്ന കാര്യമല്ല മനുഷ്യരെ. അതുപോലെ പ്രബോധനം എന്നുള്ളത് കേൾക്കുക, അറിയുക, പറയുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ നാവിന്റെ ബാധ്യത കൂടിയാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം ജയിലിൽ കിടക്കുന്ന സാഹചര്യം നമുക്കറിയാം. 2 കൂട്ടുകാരുണ്ടായിരുന്നു. ജയിലിൽ സഹതടവുകാരായ 2 കൂട്ടുകാർ പ്രവാചകർ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുമ്പിലേക്ക് വന്ന അദ്ദേഹത്തിന് മുമ്പിൽ 2 സ്വപ്നങ്ങളുടെ കഥ പറയുന്നുണ്ട്. അവർ 2 സ്വപ്നങ്ങളുടെ കഥ പറഞ്ഞിട്ട് ഇതിന്റെ വ്യാഖ്യാനം ഒന്ന് പറയാൻ അവർ 2 പേരും 2 കഥകൾ പറഞ്ഞു. ആ 2 കഥകളും കേട്ട് യൂസുഫ് നബി അലൈഹി സ്വലാം പിന്നെ അവരോട് പറഞ്ഞത്, ഈ കഥകളുടെ മറുപടി ഞാൻ പറയും നമുക്ക് അടുത്ത ഭക്ഷണം വരുന്നതിന് മുമ്പ് തന്നെ. നമുക്ക് കഴിക്കാൻ ഈ തടവറയിൽ ഭക്ഷണം വരുന്നതിന് മുമ്പ്, നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഞാനിതിന് മറുപടി നിങ്ങൾക്ക് പറഞ്ഞിരിക്കും. പക്ഷേ എനിക്ക് ചിലത് കൂടുതൽ പറയാനുണ്ട് എന്ന്. ആ പറഞ്ഞ കാര്യങ്ങൾ അവരോടും ആ ജയിലിൽ കിടക്കുന്ന സാഹചര്യത്തിൽ പോലും ഈ ജയിലിലെ എൻ്റെ സുഹൃത്തുക്കളായ സഹതടവുകാരെ, ചങ്ങാതിമാരെ, ജയിലിലെ കൂട്ടുകാരെ എന്ന് വിളിച്ചുകൊണ്ട് മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാം വളരെ മൃദുലമായ ഭാഷയിൽ നമ്മളെ പടച്ചവൻ അല്ലാഹുവാണ് എന്ന്, ആകാശഭൂമികളെ സംവിധാനിച്ചവൻ അവനെ മാത്രമാണ് ആരാധിക്കേണ്ടതെന്ന്, പ്രവാചകന്മാരായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം, മകൻ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം, ആ പരമ്പരയിലൂടെ വന്നിട്ടുള്ള ദൈവികമായ ഏകദൈവ സിദ്ധാന്തങ്ങളൊക്കെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. ആ മതത്തിലേക്കുള്ള മടക്കമാണ് നമുക്ക് അനിവാര്യമെന്ന് ആ സഹതടവുകാരെ ബോധിപ്പിക്കുന്നു. നോക്കുക, നമ്മൾ എത്ര കർത്തവ്യബോധമാണ് തടവറയിൽ കിടക്കുമ്പോൾ പോലും പ്രവാചകർ യൂസുഫ് നബി അലൈഹി സ്വലാം പുലർത്തിയത്. നമുക്ക് കമ്പാടികളായി, കൂട്ടുകാരായി, നമുക്കൊപ്പം സഞ്ചരിക്കുന്നവരായി, എതിരാളികളായി പോലും നിൽക്കുന്നവർക്ക് മുമ്പിൽ ആദർശം പറയാൻ നമ്മളെ കൊണ്ട് കഴിയാതെ പോകുന്നുണ്ട്. പ്രബോധനം നമ്മുടെ വലിയ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്തമാണ് മനസ്സിലാക്കുക.
അത് മാത്രമല്ല, നാവിൻ്റെ ഉപയോഗം ഈ പ്രബോധനത്തിന് വേണ്ടി മാത്രമല്ലല്ലോ മനുഷ്യർ സംസാരിക്കാനുള്ളത്. ഖൗലുൻ മഅറൂഫുൻ ഖൈറുൻ മിൻ സ്വദഖ എന്ന് നല്ലൊരു വാക്കുണ്ടല്ലോ. നിങ്ങൾ കൊടുക്കുന്ന സാമ്പത്തികമായ ധർമ്മങ്ങളെക്കാളും ഉത്തമമായിരിക്കും പലപ്പോഴും നിങ്ങൾ പറയുന്നൊരു വാക്ക് എന്ന് വിശുദ്ധ ഖുർആൻ. ചെറിയ കാര്യമാണോ ഇത്? ഒരാളുടെ മനസ്സിൻ്റെ നോവ് മാറ്റാൻ, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വീണ്ടും മുറിവ് ഉണക്കാൻ നിങ്ങളെ വാക്കുകൾ കഴിയും. ഒരുപാട് പേര് ഹൃദയങ്ങളെ കീറി മുറിച്ചിട്ടുണ്ട് നമ്മുടെ നാവുകൾ. ഒരാൾ പോലും ഹൃദയത്തിന് സാന്ത്വനമാകാൻ ഒരു നല്ല വാക്ക് നമ്മൾ പറഞ്ഞിട്ടില്ല. ഏത് സങ്കടത്തിൽ കഴിയുന്ന മനുഷ്യനും പ്രതീക്ഷ കൊടുക്കാൻ, പ്രത്യാശ കൊടുക്കാൻ, അയാളെ സാന്ത്വനപ്പെടുത്താൻ പണമല്ലടോ മനുഷ്യരെ അവിടെ ആവശ്യമെന്നുള്ളത്. നല്ല വാക്കുകളാണ്, ആശ്വസിപ്പിക്കുന്ന നല്ല വാക്കുകളാണ്. എത്ര സന്ദർഭങ്ങൾ കാണാൻ കഴിയും. രോഗാവസ്ഥയിൽ കിടന്ന് സഅദ് റളിയല്ലാഹു അൻഹു ഈ മക്കത്ത് വെച്ച് മരണപ്പെടുമെന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിനുണ്ടായ വിഷമം താങ്ങാൻ കഴിയാത്ത സങ്കടത്തോടെ സഅദ് ബിൻ അബി വക്കാസ് എന്ന സ്വഹാബി, എന്തുകൊണ്ടെന്നറിയുമോ, മക്കം വിട്ട് മദീനത്തേക്ക് പോയൊരു മനുഷ്യന് ഹിജ്റ ചെയ്ത നാട്ടിൽ വെച്ച് മരിക്കണമെന്നുള്ള അതിയായ മോഹം. ഈ നാട് ഞാൻ വിട്ടത് എൻ്റെ മതത്തിന് വേണ്ടിയാണ്, പിന്നെ ഈ മക്കത്ത് വെച്ച് മരിക്കുക എന്നുള്ളത് എനിക്ക് സങ്കടമുള്ള കാര്യമാണ്, എൻ്റെ ഹിജ്റയുടെ പൂർത്തീകരണം നടക്കില്ല എന്ന് അദ്ദേഹം വ്യസനിച്ചു പോയി. ആ മനുഷ്യന്റെ തല മുതൽ നെഞ്ച് വരെ വയറ് വരെയും തടവി കൊടുത്തു പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആശ്വസിക്കണം സഅദേ എന്ന്, താങ്കളുടെ ഹിജ്റ അല്ലാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ കൊടുക്കുന്ന ആശ്വാസമാണ്. സങ്കടപ്പെട്ട് കിടന്ന മനുഷ്യനെ പോലും വളരെ പ്രതീക്ഷ കൊടുക്കുന്ന, പ്രത്യാശ കൊടുക്കുന്ന വാക്കുകൾ കൊണ്ട് താങ്കളുടെ ഹിജ്റ പൂർത്തിയാകുമെന്ന് ആ രോഗമുക്തി നേടി അവസാനം മദീനത്ത് വെച്ച് ആ മനുഷ്യന് മരിക്കാനുള്ള വലിയ തൗഫീഖ് അല്ലാഹു നൽകി. അങ്ങനെ എത്ര സന്ദർഭങ്ങൾ കാണാൻ കഴിയും. അല്ലാഹു റസൂലിന്റെ ജീവിതത്തിൽ, ശഹാബത്തിന്റെ ജീവിതത്തിൽ സങ്കടം പറഞ്ഞു വന്നവർക്ക് ആശ്വാസമായ എത്ര മനോഹരമായ വാക്കുകൾ റസൂൽ പറഞ്ഞു പോയിട്ടുണ്ട്. അതിൽ നമുക്ക് വലിയ മാതൃകയില്ലേ? നല്ലൊരു വാക്ക് പറയാൻ, മറ്റുള്ളവർ സങ്കടങ്ങൾ കേൾക്കാൻ, അനീതിക്കെതിരെ ശബ്ദിക്കാൻ, അതും ബാധ്യതയല്ലേ? സങ്കടപ്പെടുന്നവനെയും പ്രയാസപ്പെടുന്നവരെയും വീട്ടിൽ മരണവീട്ടിൽ പോയാൽ ആ മരണവീട്ടിൽ പ്രിയപ്പെട്ടവർ മരണപ്പെട്ട് നിൽക്കുന്നവൻ്റെ മുമ്പ് മൊബൈൽ വെച്ച് നിങ്ങളിങ്ങനെ വേറെ വലിയ ആൾ കളിക്കുന്നതിന് പകരം അവനെ തോളി പിടിച്ചിട്ട് ആശ്വസിക്കണം, അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, ക്ഷമിക്കുക എന്ന് പറഞ്ഞിട്ട് ആ മയ്യത്തിന് വേണ്ടി അല്ലാഹു മഗ്ഫിർ ലി അബീ സലമ വർഫഅ ദറജതഹു ഫിൽ മഖ്ദിഹീന വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി എന്ന് അബൂ സലമ മരിച്ചു കിടക്കുന്ന വീട്ടിലേക്ക് കയറി ചെന്നിട്ട്, അല്ലാഹുവേ അബൂ സലമയ്ക്ക് നീ പൊറുക്കണേ അല്ലാ, അദ്ദേഹത്തിന് ഖബർ നീ വിശാലമാക്കണേ അല്ലാ, അത് പ്രകാശം കൊണ്ട് നിറക്കണേ എന്ന് പ്രാർത്ഥിച്ച അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വാക്കുകൾ ആ വീട്ടിൽ നൽകിയ പ്രതീക്ഷ എത്ര വലുതാണ്, ഇത്ര വലിയ ആശ്വാസമാണ് നൽകുന്നത്. എത്ര ഘട്ടങ്ങളുണ്ട്, അങ്ങനെ എത്ര സന്ദർഭങ്ങളുണ്ട് മനുഷ്യരെ. അവർക്ക് പോലും വലിയ ആശ്വാസം നൽകാൻ നമ്മുടെ ഈ നാവുകൾക്ക് കഴിയും. അവിടെ ശബ്ദിക്കണ്ടേ? ഒരു ബാധിക്കപ്പെട്ട ഒരു മനുഷ്യന് വേണ്ടിയിട്ട് നോക്കൂ നിങ്ങൾ, മക്കയിലെ പ്രബോധനത്തിന് തുടക്ക കാലഘട്ടത്തിൽ മക്കയുടെ പുറത്തു നിന്നൊരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നു. വിദേശിയായ ഒരു മനുഷ്യൻ അയാളുടെ കുറെ ഒട്ടകങ്ങളും കൊണ്ട് കടന്നു വന്നിട്ട് ആ ഒട്ടകങ്ങളെ കച്ചവടത്തിന് വെച്ചപ്പോൾ അബുൽ ഹക്കം എന്ന് പറയുന്ന അബൂജഹൽ എന്നത് വിലയ്ക്ക് വാങ്ങി. അയാൾ വീട്ടിൽ കൊണ്ടുപോയി. അതിന്റെ വില പിന്നെ കൊടുക്കാമെന്ന് പറഞ്ഞു. പക്ഷെ വില ചോദിച്ച് മനുഷ്യൻ കയറി ഇറങ്ങി മടുത്തതല്ലാതെ 5 പൈസ കൊടുത്തില്ല. അബൂജഹൽ പൈസ കൊടുക്കാൻ കൂട്ടാക്കുന്നില്ല. അയാൾ കാബയിൽ വിടുന്നു. കാബയുടെ സമീപത്ത് ഒരുപാട് പ്രമാണികൾ ഇരിപ്പുണ്ട് മക്കയിലെ. അവരെല്ലാവരും കേൾക്കി അയാൾ വിളിച്ചു പറഞ്ഞു, അബുൽ ഹക്കം എൻ്റെ ഒട്ടകങ്ങൾ വാങ്ങിച്ചിട്ട് എനിക്ക് പൈസ നൽകുന്നില്ല, നിങ്ങൾ ആരെങ്കിലും ഇടപെടണം. ഞാനൊരു വൈദേശികനാണ്, ഞാൻ വിദേശത്ത് നിന്ന് വന്ന ആളാണ്, എൻ്റെ നിവൃത്തികേടാണ്, എൻ്റെ മുഴുവൻ ഒട്ടകങ്ങളും എടുത്തിട്ട് അയാൾ കാശ് നൽകുന്നില്ല എന്ന്. അബൂജഹലിന്റെ കൂട്ടുകാരും എന്നാൽ അബൂജഹലിനേക്കാൾ താഴെ നിൽക്കുന്നവരുമായി ഇവരെ സംബന്ധിച്ചിടത്തോളം അബൂജഹലിന് അന്യായം ചോദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. അത് മാത്രമല്ല അവർ അതിനോട് അനുകൂലിച്ച് നിൽക്കുന്ന ആൾക്കാരുമാണ്. അതുകൊണ്ട് അവർ ഒന്നും മിണ്ടില്ല, അവർക്ക് ഇടപെടാൻ താല്പര്യമില്ല. പക്ഷെ അവരിൽ ഒരാൾ വളരെ കൗശലപൂർവ്വം പറഞ്ഞു, ഇതോ ആ മൂല ഇരിക്കുന്ന ആളെ കണ്ടില്ലേ, അയാളുടെ പോയി പറഞ്ഞാൽ മതി, അയാൾ ഇതിനൊക്കെ പറ്റിയ ആളാണ്. ആര്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കത്ത് തുടങ്ങിയ സമയം പ്രവാചകനെ കാണുമ്പോൾ കുത്തിനോവിക്കാനും ഉപദ്രവിക്കാനും അബുൽ ഹക്കം എന്ന അബൂജഹൽ അവസരം നോക്കിയിരിക്കുന്ന സാഹചര്യം. ആ തുടക്ക സമയത്ത് ഈ മനുഷ്യൻ അവിടെ ചെന്നിട്ട് അദ്ദേഹം നബിയോട് പറയാണ്, എൻ്റെ ഇങ്ങനൊരു വിഷയമുണ്ട്, നിങ്ങളൊന്ന് ഇടപെടുമോ എന്ന്. അപ്പോൾ ഇവരൊക്കെ കൗതുകത്തോടെ നോക്കുകയാണ്. കാരണം ഇവിടെ ഇരിക്കുമ്പോഴേ വന്നടിച്ചിട്ട് പോകുന്നതാണ് അബൂജഹൽ. ഇനി പോയി വാങ്ങിക്കാൻ വേണ്ടി വന്ന് നിൽക്കുമോ എന്ന് അവർ നോക്കുന്നത്. റസൂലുള്ളാഹി എഴുന്നേറ്റു വരാൻ പറഞ്ഞു. അയാളെ വിളിച്ചുകൊണ്ട് നേരെ പോയി അബൂജഹലിന്റെ വീട്ടിന്റെ വാതിലിൽ മുട്ടി. ആരാന്ന്? ഞാനാണ് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന്. അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ്. വാതിൽ തുറന്ന് എന്താ കാര്യമെന്ന് ഈ മനുഷ്യനെ സെറ്റിൽ ചെയ്യാൻ പറഞ്ഞു. പറഞ്ഞ വാക്ക് അപ്പോഴേ ഞാൻ കൊടുക്കാമെന്ന്. അത് പറ്റില്ല, ഇപ്പൊ കൊടുക്കണമെന്ന്. അപ്പൊ കൊടുത്തു. അയാൾ ആ നിമിഷം എടുത്തു കൊടുത്തു. അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന്റെ പവർ. അതെങ്ങനെ കൊടുത്തുവെന്ന് പിന്നെ കൂട്ടുകാർ ചോദിക്കുന്നു, എന്താ നിങ്ങൾ കൊടുത്തത്, നിങ്ങളെന്താ പേടിച്ചു പോയെന്ന്. അതെ, ഞാൻ പേടിച്ചു പോയെന്ന്. വന്നിങ്ങനെ വാതിൽ നിന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പേടിച്ചു പോയെന്ന്. അത് അബൂജഹലിന് പറ്റിയ ഭയം. പക്ഷെ നമുക്ക് ആ അവസരത്തിൽ സ്വന്തം ശരീരം പോലും അയാളിൽ നിന്ന് രക്ഷിക്കാൻ പ്രവാചകൻ പ്രയാസപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ പോലും അനീതിക്കിരയായവന് ശബ്ദം കൊടുക്കാൻ പ്രവാചകന് നാവ് ധൈര്യപ്പെട്ടു എന്നുള്ളതാണ്.
അതാ നമുക്ക് വേണ്ടത്. കലികാലമാണ്, കാലം മോശമാണ്, പ്രതികൂലമാണ് കാലാവസ്ഥ. ഇവിടെ അക്രമങ്ങൾ അരിയിട്ട് വാഴിക്കപ്പെടുന്നു, അനീതി പരസ്യമായി നടന്നുകൊണ്ടിരിക്കുന്നു, അധികാരങ്ങളും ഭരണകൂടങ്ങളും അനീതിക്കൊപ്പം നിൽക്കുന്നത് കൊണ്ട് ഈ കാലഘട്ടത്തിൽ ശബ്ദിക്കാൻ പാടില്ല. ഇവിടെ നിശബ്ദതയാണ് ഏറ്റവും വലിയ ബുദ്ധി എന്ന്, വിവേകമെന്ന് കണക്കാക്കുന്നവർ ഇത് കേൾക്കണം. അതെ, രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറഞ്ഞ കുഞ്ഞിന്റെ കഥയുണ്ടല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. ആ രാജാവ് നഗ്നനാണെന്ന് രണ്ട് വലിയ വിവേകശാലികളായ ബുദ്ധിമാന്മാരായ സമർത്ഥന്മാരായ രണ്ടാൾക്കാർ കടന്നു വന്നിട്ട് വസ്ത്രത്തോട് വലിയ പ്രിയമുള്ള രാജാവിനെ കാണാമെന്നൊരു കഥയുണ്ട്. അത് എംപറർ ന്യൂ ക്ലോത്ത്സ് എന്ന് പറഞ്ഞിട്ട് രാജാവിന്റെ പുതുവസ്ത്രങ്ങൾ എന്നൊരു കഥ. ആ രാജാവിന് ഏറ്റവും പ്രിയം രാജ്യകാര്യങ്ങളെക്കാൾ താല്പര്യം നല്ല വസ്ത്രങ്ങളോടാണ്. അയാളെ കബളിപ്പിക്കാൻ വേണ്ടി വിദ്വാൻമാരായ രണ്ടുപേര് വന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഞങ്ങൾ താങ്കൾക്ക് ഒരു വസ്ത്രം ഉണ്ടാക്കട്ടെ, റയർ സാധനമാണ്. ആ വസ്ത്രം ധരിച്ചാൽ വിഡ്ഢികൾക്ക് ആ വസ്ത്രം കാണാൻ കഴിയില്ല, അതോടൊപ്പം തന്നെ ഇരിക്കുന്ന സ്ഥാനത്തിന് അർഹതയില്ലാത്തവനും ആ വസ്ത്രം കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു വസ്ത്രം ഉണ്ടാക്കട്ടെ എന്ന് അയാൾ പറഞ്ഞു. അത് കൊള്ളാലോ, വിഡ്ഢികൾക്ക് കാണാൻ കഴിയാത്ത, എന്നാൽ അർഹതയില്ലാത്ത, സ്ഥാനം അർഹിക്കാത്ത സ്ഥാനത്തിരിക്കുന്ന ആൾക്കാർക്ക് കാണാൻ കഴിയാത്തൊരു വസ്ത്രമോ? നമ്മുടെ നാട്ടിലെ വിഡ്ഢികളെയും അർഹിക്കാത്ത സ്ഥാനത്ത് ഇരിക്കുന്നവരെയൊക്കെ തിരിച്ചറിയാൻ പറ്റിയൊരു വസ്ത്രം ഉണ്ടെങ്കിൽ കൊള്ളാം. അങ്ങനെ വസ്ത്രം ഉണ്ടാക്കാൻ അതിനുവേണ്ടി സ്വർണ്ണങ്ങൾ കൊടുത്തു, പട്ടു നൂലുകൾ കൊടുത്തു, എല്ലാം വാങ്ങിച്ചുകൊണ്ട് ഇവർ റൂമിലേക്ക് സെപ്പറേറ്റ് റൂം ഉണ്ടാക്കി അവിടെ പോയിരുന്നു. അവരിരിപ്പ് തന്നെയാണ്, വേറെ പണിയൊന്നുമില്ല. ഇതിന്റെ പണി എന്താണെന്നറിയാം, മന്ത്രിയെ പറഞ്ഞു വിട്ടു. മന്ത്രി വന്ന് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല, അവിടെ ഒന്നുമില്ല, ഒരു പരിപാടി നടക്കുന്നില്ല, ഒന്നും കാണുന്നില്ല. അവർ പറഞ്ഞാൽ വസ്ത്രം പണി നടക്കാണ്, വസ്ത്രത്തിന്റെ പണി നടക്കണമെന്ന്. ഇതിന് ഞാൻ അവിടെ പോയിട്ട് ഒന്നും കണ്ടില്ല എന്ന് പറഞ്ഞാൽ മന്ത്രിസ്ഥാനത്തിന് എനിക്ക് അർഹതയില്ലാന്നായി പോകും, ഞാൻ വിഡ്ഢിയമായി പോകും. അതുകൊണ്ട് മന്ത്രി പറഞ്ഞു, അടിപൊളി വസ്ത്രം, നല്ല പണി കിടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. അടുത്ത ആൾക്കാർ ഓരോരുത്തർ പോയവരൊക്കെ തിരിച്ചു വന്ന് പറഞ്ഞ് നല്ല വസ്ത്രം, നല്ല പണി കിടക്കുന്നുണ്ട്, ഉഗ്രം വസ്ത്രമാണെന്ന്. അവസാനം ഒരു വസ്ത്രം കൊണ്ടുവരുമ്പോൾ രണ്ട് ആൾക്കാർ കൈയും കൊണ്ട് ഇങ്ങനെ വസ്ത്രവുമായിട്ട് വരുമ്പോൾ ഇങ്ങ് വന്നിട്ട് രാജാവിനെ അണിയിക്കുമ്പോഴും അണിയിച്ചു. രാജാവ് ഉടുതുണി ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കേണ്ടി വന്നു അവസാനം. പക്ഷെ അയാൾ നഗ്നനായി നാട്ടിലൂടെ നടക്കുമ്പോഴും ഒരാൾ പോലും അയാളോട് രാജാവെ നിങ്ങൾ വസ്ത്രം എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ല. ഭരണപീഠത്തോടുള്ള ഭയം, അധികാരികളോട് അവരെ ചോദ്യം ചെയ്യാനുള്ള ഭയം കാരണം എല്ലാവരും കൊള്ളാം കൊള്ളാം നല്ല വസ്ത്രമെന്ന്. നിഷ്കളങ്കനായ ഒരു കുഞ്ഞ് വിളിച്ചു പറഞ്ഞു, രാജാവേ നിങ്ങൾ നഗ്നനാണെന്ന്. അത് കേട്ടപ്പോൾ ജനങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു, രാജാവ് നഗ്നനാണെന്ന്. ആ ധൈര്യമാണ് നമുക്ക് വേണ്ടത്. സത്യം സത്യമായി പറയാൻ കലിമുത്തു ഹക്കിനിന്റെ സുൽത്താനിൻ ജായും അക്രമിയായ ഭരണാധിപന്റെ മുമ്പിൽ നീതിക്ക് വേണ്ടി ശബ്ദം കൊടുക്കുന്നവനാണ് ഏറ്റവും വലിയ ധർമ്മസമരം നടത്തിയതെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടിച്ചു നിരത്തപ്പെടുമ്പോ, സാധാരണക്കാരന്റെ വീടുകൾ ഇടിച്ചു നിരത്തുമ്പോ, ബുർക്കകൾ വലിച്ചു താഴ്ത്തിയിട്ട് നെറ്റിയിൽ സിന്ദൂരം അണിയിക്കപ്പെടുമ്പോ, അതിന് ഗസയിലടക്കമുള്ള ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം പിഞ്ചു മക്കളെ അത് ക്രൂരമായി കൊന്നുതള്ളുമ്പോ എനിക്കെന്ത് പറയാൻ, ഞാനെന്തിനു മിണ്ടാൻ, എനിക്കതിൽ പങ്കില്ല എന്ന്, എനിക്കതിൽ താല്പര്യമില്ല എന്ന് പറയുന്ന മനുഷ്യത്വം ഉണ്ടല്ലോ, അത് മനുഷ്യത്വമല്ല, അത് മൃഗങ്ങളെക്കാൾ അധംപതിച്ചു പോയ ഒരു മാനസികാവസ്ഥയാണ്. അത് ഭദ്രതയാണ്, അത് മൂഖതയാണ്. ഖുർആൻ. നിങ്ങൾക്ക് ഈ കണ്ണീര് കാണാൻ കഴിയുന്നില്ലേ? ഈ ദീനരോധനങ്ങൾ കാണാൻ കഴിയുന്നില്ലേ? പീഡിത സമൂഹത്തിന്റെ കണ്ണീര് കാണാൻ കഴിയുന്നില്ലേ? വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതിഷേധിക്കാൻ കഴിയുന്നില്ല? നിങ്ങളെ ദുർബലരായ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വൃദ്ധജനങ്ങളെയും ക്രൂരമായി കൊല്ലുമ്പോ, വേട്ടയാടുമ്പോ, നാടുകളിൽ നിന്ന് പുറത്താക്കുമ്പോ, വീടുകൾ ഇടിച്ചു നിരത്തുമ്പോ, അവർക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോ എന്തുകൊണ്ട് മനുഷ്യരെ നിങ്ങൾ ശബ്ദിക്കുന്നില്ല എന്ന്? പീഡിത സമൂഹത്തിന് ശബ്ദമാകാൻ നിങ്ങളുടെ നാവുകൾ എന്തുകൊണ്ട് പൊന്തുന്നില്ല എന്ന്? ഈ കാലഘട്ടത്തിൽ നിശബ്ദതയല്ല, ശബ്ദമാകണം മനുഷ്യരെ. അതാണ് ധർമ്മം എന്നുള്ളത്, അതാണ് ബാധ്യത എന്നുള്ളത്. ഗൗരവത്തോടെ ചിന്തിക്കുക. അല്ലാഹു ചിന്തിച്ച് പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.